അങ്ങനെ അടുത്തൊരു ക്രിക്കറ്റ് മാമാങ്കം വരാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ നമ്മൾക്കൊരു ഏഷ്യ കപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം വരെയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ക്രിക്കറ്റ് ടൂർണമെന്റ്, ഇന്ത്യ പലപ്പോഴും ജേതാക്കളായിട്ടുള്ള ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ്. അപ്പോൾ ഈ ഒരു ടൂർണമെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് പല ആശങ്കകളുമുണ്ട്. ആശങ്കകൾ മറ്റൊന്നുമല്ല, മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബാറ്ററായ നമ്മുടെ മലയാളിയായ സഞ്ജു സാംസൺ ടീമിൽ എടുക്കുമോ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ടീം അടുത്ത ആഴ്ച പ്രഖ്യാപിക്കുമെന്ന് PTI BCCIയുടെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ആ ഒരു റിപ്പോർട്ടിനെ ബേസ് ചെയ്താണ് നാം സംസാരിക്കാൻ പോകുന്നത്. ആരൊക്കെ ടീമിൽ ഉണ്ടാകും, ആരൊക്കെ ടീമിൽ നിന്ന് പുറത്തു പോകും എന്ന കാര്യങ്ങൾ നാം ഒരു വിശകലനം ചെയ്യുന്നുണ്ട്. കാരണം ഇത്തവണ ഒരു സങ്കീർണതയാണ് BCCIക്ക് ടീമിനെ സെലക്ട് ചെയ്യാൻ, വളരെയേറെ സങ്കീർണതയാണ്. കാരണമുണ്ട്. IPL കഴിഞ്ഞു, മറ്റേ നമ്മുടെ ഇംഗ്ലണ്ടിനെതിരെ ഒരു പര്യടനം കഴിഞ്ഞു. ഇന്ത്യക്ക് വേണമെങ്കിൽ രണ്ട് ടീമിനെ തന്നെ കൃത്യമായി, അതായത് ഒരേപോലെ ശക്തിയുള്ള രണ്ടോ മൂന്നോ ടീമിനെ തന്നെ ഇറക്കാനുള്ള ഒരു പ്രതിഭയുള്ള ആളുകളുള്ള സ്ഥലമാണ്. അപ്പോ ഈ തവണ പല അത്ഭുതങ്ങൾ ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാതിരിക്കാം. പക്ഷെ PTയുടെ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത്, BCCI ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു 5 താരങ്ങൾ, ടോപ്പ് ഓർഡറിൽ 5 താരങ്ങൾ സേഫ് ആണ്. അവരെ BCCI തൊടില്ല, ടീമിൽ നിന്ന് ഒഴിവാക്കില്ല എന്നതാണ്. അപ്പോ നമുക്ക് വേണമെങ്കിൽ സന്തോഷിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു ഗണത്തിൽ വരുന്ന ആളാണ്, നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു തരാം, സഞ്ജു സാംസൺ ആണ്. പിന്നെ ആരൊക്കെ ടീമിൽ വരും വരില്ല എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശകലനം ചെയ്യാം. അപ്പൊ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഇത്തരത്തിലുള്ള ക്രിക്കറ്റ് അവതരണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഈ മാസം 19-20, അതായത് ഓഗസ്റ്റ് 19-20 ആണ് അതായത് നമ്മുടെ ചീഫ് സെലക്ടർ, മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കർ അടക്കമുള്ള ഒരു കമ്മിറ്റി ചേർന്ന ടീമിനെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടായിട്ടാണ് അവരുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഏഷ്യ കപ്പ് വരികയാണല്ലോ, ജസ്പ്രീത് ബുംറ, ശുഭ്മാൻ ഗില്ലൊക്കെ ടീമിൽ ചിലപ്പോൾ വരും. പലരും ടീമിൽ നിന്ന് പുറത്താകും, ചിലപ്പോൾ പലരും വരാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യം തന്നെ നമുക്ക് എടുക്കാം, സൂര്യകുമാർ യാദവിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് അദ്ദേഹം വിശ്രമിക്കുകയല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മെഡിക്കലി റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമായിരിക്കും ടീം പ്രഖ്യാപനം എന്നൊക്കെ വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഫിറ്റ്നസ് കൈവരിച്ചു, തീർത്തു, അതായത് അതൊക്കെയാണ് മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ക്യാപ്റ്റന്റെ സ്ഥാനത്ത് നിന്ന് പരിഗണിക്കാം ആദ്യം. അതായത് നമ്മുടെ സൂര്യകുമാർ യാദവിനെയാണ്, ശുഭ്മാൻ ഗില്ലിനെയാണ് ക്യാപ്റ്റനാക്കാൻ സാധ്യത. PTയുടെ റിപ്പോർട്ട് പ്രകാരം 2 പേര് സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു 90% സാധ്യത നമ്മളുടെ സൂര്യകുമാർ യാദവിനാണ്. ശുഭ്മാൻ ഗില്ല് കഴിഞ്ഞ IPL മികച്ചതായി കളിച്ചു. അത് മാത്രമല്ല, ഇംഗ്ലണ്ടിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ബാറ്ററാണ് അദ്ദേഹം. ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ ഒരു ഫോർമാറ്റിൽ കളിക്കാൻ കഴിയുന്ന, ഈ ഫോർമാറ്റിൽ നയിക്കാൻ കഴിയുന്ന ഒരു ആളാണ് ശുഭ്മാൻ ഗിൽ പലതവണ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ സീസണിൽ സൂര്യകുമാർ യാദവിന്റെ കീഴിൽ വളരെയേറെ മികച്ച പ്രകടനമായി 2020 ഫോർമാറ്റിൽ നമ്മുടെ ടീം കാണിച്ചത്, ഇന്ത്യൻ ടീം. അതിന്റെ പേരിൽ ശുഭ്മാൻ ഗില്ലിനെ സൂര്യകുമാർ യാദവിനെ നിലനിർത്താനാണ് സാധ്യത. അപ്പോ ആ ഒരു പ്ലെയർ ആയില്ലേ, 5 പ്ലെയർ ടോപ്പ് ഓർഡർ ബാറ്റർമാൻ. രണ്ടാമത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഓപ്പണറായ നമ്മുടെ അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മ എടുക്കാൻ കാരണം ഇപ്പോ ICC റാങ്കിങ്ങിൽ വെച്ചത്, അതായത് 2020 റാങ്കിൽ ഏറ്റവും മുന്നേറ്റത്തിലുള്ള ഒരു കളിക്കാരനാണ് അഭിഷേക് ശർമ്മ എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കാൻ തന്നെയാണ് സാധ്യത. അദ്ദേഹത്തെ BCCI കൈവെക്കില്ല എന്നതാണ് തീരുമാനം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സായ് സുദർശനും ജയ്സ്വാളും ഔട്ട് എന്നുള്ള രീതിയിൽ ആ ഒരു സമയത്ത് വാർത്ത വരുന്നുണ്ട്. രണ്ടാമത് നമ്മളുടെ പറയുന്നത് ടോപ്പ് ഓർഡർ ബാറ്റിംഗ് തിലക് വർമ്മ. സഞ്ജു സാംസൺ അവിടെ വന്നിട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞത്. തിലക് വർമ്മയെയും ഒഴിവാക്കാൻ സാധ്യതയില്ല, ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന ഓൾറൗണ്ടറെയും ഒഴിവാക്കാൻ സാധ്യതയില്ല. അപ്പൊ എത്ര പേരായി? സഞ്ജു സാംസണും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും, അങ്ങനെ ഒരു 5 പേരായി. അഭിഷേക് ശർമ്മ ഉൾപ്പെടെ 5 പേരായി. ഇനിയാണ് ടിസ്റ്റി, അതായത് സ്പിന്നർമാരെ, അതായത് ബാറ്റിംഗ് ഓൾറൗണ്ടർമാരായ സ്പിന്നർമാരെ തെരഞ്ഞെടുക്കുന്നു. അക്ഷർ പട്ടേലിനും നമ്മളുടെ വാഷിംഗ്ടൺ സുന്ദറിനും ടീമിൽ സ്ഥാനം ഉറപ്പാകാൻ സാധ്യതയുണ്ട്. വാഷിംഗ്ടൺ സുന്ദർ ഏതായാലും ഇംഗ്ലണ്ടിൽ തകർത്തടിച്ചു. നമ്മുടെ അക്ഷർ പട്ടേൽ കഴിഞ്ഞ IPL ഒരു ക്യാപ്റ്റൻ ആയിരുന്നു, അത് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. അത് മാത്രമല്ല നമ്മുടെ അവിടെ പോയിട്ട് ഈ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അപ്പൊ അവർക്ക് സ്ഥാനം ഉറപ്പാണ്. പിന്നെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെയാണ് നാം നോക്കേണ്ടത്. സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായിട്ട് വരുൺ ചക്രവർത്തിയും നമ്മുടെ പിന്നെ ആരാണ്, കുൽദീപ് യാദവും വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചൈനാമൻ ബോളർ കുൽദീപ് യാദവും വരാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കുള്ള ഒരു മത്സരമാണ്. ആദ്യ സ്ഥാനം സഞ്ജു ഏതായാലും കരസ്ഥമാക്കി. 2ാം സ്ഥാനം ജിതേഷ് ശർമ്മയ്ക്കും നമ്മുടെ ധ്രുവ് ജുറേലിനും കൂടിയുള്ളതാണ്. പക്ഷേ അതിനകത്ത് ജിതേഷ് ശർമ്മ എടുക്കാനാണ് സാധ്യത. കാരണം IPL അദ്ദേഹത്തിന് ബാറ്റിംഗ്, ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സിന് വേണ്ടി എന്തൊക്കെ ബാറ്റിംഗ് ആയിരുന്നു, കൃത്യ ഫിനിഷറാണ്. ഈ ഒരു സമയത്ത് റിങ്കു സിംഗിനെ ടീമിൽ എടുക്കുമോ ഇല്ലയോ? റിങ്കു സിംഗിന്റെ സ്ഥാനം ഒരു തുലാസിലാണെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഗ്രേറ്റ് ഫിനിഷർ ആയിരുന്നു. അപ്പോ രണ്ടാം വിക്കറ്റ് കീപ്പറായിട്ട് ധ്രുവ് ജുറേലിനെ
സാധ്യതയില്ല. ജിതേഷ് ശർമ്മയാണ് സാധ്യത. ഏതായാലും എനിക്കൊരു പേഴ്സണൽ അഭിപ്രായം ധ്രുവ് മികച്ച വിക്കറ്റ് കീപ്പറാണ്, പക്ഷെ അദ്ദേഹം ഒരു മികച്ച ബാറ്ററാണെന്ന് എനിക്ക് തോന്നുന്നില്ല. IPL-ലും അദ്ദേഹം ഈ ടെസ്റ്റ് മത്സരമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്റെ മാത്രം ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, ഞാൻ പറഞ്ഞു വന്നോളൂ. പിന്നെ വരുന്നത് പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ജസ്പ്രീത് ബുംറയെ ഏതായാലും സെലക്ട് ചെയ്യുമെന്ന് നമ്മുടെ ബുംറയെ സെലക്ട് ചെയ്യുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഹർഷദീപ് സിംഗ് 2020 സ്പെഷ്യലിസ്റ്റ് ബോളറാണ്. അപ്പൊ അദ്ദേഹവും ഈ ഒരു ഇതിനകത്ത് ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ ഒരു മൂന്നാം പേസ് ബോളറുടെ അഭാവമാണ് ഇവിടെ കാണുന്നത്. അതായത് ഗംഭീറിന്റെ ഇഷ്ടക്കാരനായ ഒരാളുണ്ട്. ആ ഒരു പ്ലെയറെയാണോ, അതായത് ഹർഷിത് റാണ തന്നെയാണ് പേസ് ബോളറെയാണോ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയിട്ട് ആദ്യം തല്ലുകൊണ്ടെങ്കിലും പിന്നീട് ഒരു വിക്കറ്റ് ടേക്കറായി മാറിയ നമ്മുടെ പ്രസീദ് കൃഷ്ണയെ ടീമിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഏതായാലും ഇത്തരത്തിലുള്ള ടീമിനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു BCCIക്ക് മുന്നിൽ വളരെ ഒരു സാങ്കേതിക സങ്കീർണതകളുണ്ട്. കാരണം ആരും ഒന്നിനെയും മാറ്റി നിർത്താൻ കഴിയില്ല, അത്രയേറെ മികച്ച ടീമാണ്. ചിലർ സെലക്ട് ചെയ്താലും സെലക്ട് ചെയ്തില്ലെങ്കിലും BCCI വിമർശനങ്ങൾക്ക് പാത്രമാകും എന്നുറപ്പാണ്. സഞ്ജു സാംസണിന്റെയൊക്കെ ഉറപ്പ് പറയുന്ന കാര്യം എന്താണെന്ന് പറയുന്നത്, ഗൗതം ഗംഭീർ എന്ന് പറയുന്ന ആ ഒരു കോച്ചിന്റെ പിൻബലത്തിലാണ് സഞ്ജു സാംസണൊക്കെ ഉറപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. പക്ഷെ അവര് ഈ പറഞ്ഞാക്കുന്നത് അങ്ങനെയല്ല, ഈ BCCIയിൽ ഉന്നത വൃത്തങ്ങൾ വന്നത്. അപ്പൊ ഇതൊരു നല്ലൊരു സന്തുലിത ടീമായിരിക്കാം. ശുഭ്മാൻ ഗിൽ എങ്ങാനും ഈ പ്ലേയിങ് ലിസ്റ്റിലേക്ക് വന്നാൽ ആരായിരിക്കും നഷ്ടപ്പെടുക എന്ന് സഞ്ജു സാംസൺ ആയിരിക്കില്ല എനിക്ക് അഭിപ്രായത്തിൽ. സാധ്യതയില്ല, ആർക്ക് നഷ്ടപ്പെടും എന്നൊന്നും അറിയില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ ആരൊക്കെ കയറും, ആരൊക്കെ വരും, അല്ലെങ്കിൽ ഇത് കാത്തിരുന്ന് കാണാം. ഏതായാലും അടുത്ത ആഴ്ച പ്രഖ്യാപിക്കുമല്ലോ. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഈ ഒരു കാര്യത്തിൽ ആരൊക്കെ ടീമിൽ വരണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങളത് കമന്റ് ചെയ്യുക. ഇത്തരത്തിലാണ് നാം ക്രിക്കറ്റ് വാർത്തകളൊക്കെ അവതരിപ്പിച്ചു പോകുന്നത്. അപ്ഡേറ്റഡ് ആയ ക്രിക്കറ്റ് വാർത്തകൾ കൃത്യമായി ഈ ചാനലിൽ ഉണ്ടാകും. നിങ്ങളോട് പറയാത്തത് കൊണ്ടാണോ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ നമ്മുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളോട് പറയാം, മുഴുവൻ കാണുകയും. അതായത് പണ്ടൊരു മടൽ ബാറ്റൊക്കെ ചിട്ട് നടന്ന MR എഴുതി പാടത്തമ്പറമ്പിൽ കളിച്ച് നടന്നിരുന്ന ഒരുവന്റെ ക്രിക്കറ്റ് പറച്ചിലാണ്, ഒരു ഭ്രാന്തൻ ചിന്തകളാണ്. അതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള വാർത്തകളുമായി വീണ്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ടീം സെലക്ഷൻ നന്നാവട്ടെ, ഏഷ്യ കപ്പ് ഇന്ത്യക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.